പത്രത്തിൽ നോട്ടീസിലൊന്നും അടിച്ചിട്ടില്ല, ടിവിയിലൊന്നും പരസ്യം ചെയ്തിട്ടില്ല. 300 IFS നാളെ തലമുറക്ക് സമ്മാനിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം മുന്നോട്ട് വരികയാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് പക്ഷെ തഖ്വ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കില്ല, ഞാനുള്ള ഒരാളായതുകൊണ്ട് ഗിരിപ്രഭാഷണം നടത്തുന്നില്ല. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ ഒരു അടിസ്ഥാനത്തിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ നമ്മൾ വീണ്ടും ഭൂതകാല പ്രതാപത്തിന്റെ ഔന്നത്യത്തിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ. അഭിനന്ദനായ ഞാൻ വരുന്ന ചാവക്കാട് നിന്ന് അവിടെ ഒരു മനുഷ്യൻ വന്നു. ആരാന്നറിയോ? മലബാറുകാരെ, നിങ്ങൾ മനസ്സിൽ താലോലിക്കുന്ന നേതാ വെളുത്ത തലപ്പാവണിഞ്ഞിട്ട് വെളുത്ത കമീസ് അണിഞ്ഞിട്ട് അതിന്റെ മുകളിൽ പ്രതാപത്തിന്റെ ഒരു കറുത്ത കോട്ടണിഞ്ഞിട്ട് വെട്ടിയൊതുക്കിയ മനോഹരമായ ചെറിയ താടി വെച്ചിട്ടൊരു മനുഷ്യൻ നടന്നു പോയിട്ടില്ലേ? ആരാന്ന് ചോദിച്ചാ പ്രായം ചെന്നവർ ഉടനെ പറയും ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബാഫഖി. അദ്ദേഹം ചാവക്കാട് വരേണ്ട ഒരാവശ്യം വന്നു. എന്താണെന്നറിയോ? അവിടെ മണത്തല എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. അവിടെ നേർച്ച നടക്കണം. നേർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല നേർച്ച, അവിടെ പൂരമായൊരു നേർച്ച നടക്കുക, ആനപ്പൂരം. ഇവിടെയൊക്കെ ഇവിടുന്നൊക്കെ അങ്ങോട്ട് നേർച്ചക്കും പൂരത്തിനൊക്കെ ആൾക്കാർ വരാറുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഏതെങ്കിലും മക്കബറയിൽ അങ്ങനെ നടക്കുന്നുണ്ടോ? പൂരം ഉണ്ടോ? ഇവിടെ മക്കബറയില്ലേ? മാഷാ അല്ലാഹ്. ആ പള്ളിയില് വർഷങ്ങൾ ഒരുപാട് മുമ്പ് മോമിനീങ്ങള് ഈ ശബ്ദം ഈ പ്രദേശത്തെ അമുസ്ലിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, വിശിഷ്യ ഈ മഹോന്നതമായ പരിപാടിക്ക് സംഭാവന നൽകിയ പ്രിയപ്പെട്ട ശിവദാസൻ എന്ന സഹോദരൻ കേൾക്കുന്നുവെങ്കിൽ അദ്ദേഹം പോലും കരഞ്ഞു പോകുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. പാപ്പയ്ക്ക് തങ്ങൾ വന്നു. എന്താ കാര്യം എന്നറിയോ? ഈ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കും വലിയ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്, പോലീസ് വെടിവെപ്പുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ഹിന്ദു മുസ്ലിങ്ങളെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടി ആദ്യം അവിടെ വന്ന് കേളപ്പൻ എന്ന് പറയുന്ന അധസ്ഥിത വിഭാഗത്തിന്റെ വിമോചന വിന്നളി പോരാളിയായ കേളപ്പനായിരുന്നു. അവർ സംസാരിച്ചു, കാര്യങ്ങളൊന്നും ശരിയായില്ല. പിന്നെ അങ്ങോട്ട് വന്നതാരാന്നറിയോ? യമനിന്റെ സൗഗന്ധിക അല്ലാഹുവിന്റെ ഖബറിടം പ്രകാശമാക്കി കൊടുക്കുമാറാകട്ടെ. ഹജ്ജിന്റെ വേളയിൽ മക്ക അൽ മുക്കറമയിൽ ബിവി സയ്യിദ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ സമീപമാണ് ബാഫഖി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹു അവിടെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ചല്ല പറയുന്നത്. ഈ സദസ്സിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയോട് എതിർപ്പുള്ളവരും ഉണ്ടാകാം. അതെന്തോ ആകട്ടെ, അതല്ല നമ്മുടെ വിഷയം. ആ ബാഫഖി തങ്ങൾ എന്ന ആത്മീയ മനുഷ്യനെ മാത്രം നിങ്ങളിപ്പോ മനസ്സിൽ കരുതിയാൽ മതി. അദ്ദേഹം വന്നോ ചാവക്കാട്ടെ ഗസ്റ്റ് ഹൗസിൽ ചർച്ച നടക്കുകയാ. ഒരു ഭാഗത്ത് ഹൈന്ദവ സഹോദരങ്ങളാ, ഒരു ഭാഗത്ത് മുസ്ലിം സഹോദരങ്ങളാ. രണ്ടുപേരും തമ്മിൽ ചർച്ച നടത്തുമ്പോ ബാഫഖി തങ്ങൾ അവിടെ വന്നിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടക്കുക. അവര് പറഞ്ഞു, ഞങ്ങൾ ഊട്ടി പോവോ റോട്ടിൽ കൂടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം? ഞങ്ങൾ ഊട്ടി പോകും. അപ്പൊ മുസ്ലിങ്ങൾ ചാടി ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ മുട്ടി ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ കഴിക്കും. അങ്ങനെ ഭയങ്കര വഴക്ക. അപ്പോഴാണ് അസർ ബാങ്ക് മുഴങ്ങുന്നത്. പോയി ഇനി തിരിക്കേണ്ട മുത്തേ, ഞാൻ ശബ്ദം കൂട്ടൊന്നുമില്ല, എന്നെ കണ്ടറിയില്ല, എനിക്ക് ശബ്ദമൊന്നുമില്ല. അസർ ബാങ്ക് വിളിച്ചപ്പോ ബാഫഖി തങ്ങൾ ചാടി എഴുന്നേറ്റു. ഏത് മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും തന്റെ സഞ്ചിയിൽ ഒരു വെള്ളത്തിന്റെ ജവന കൊണ്ട് നടക്കുന്നയാൾ. ഞാൻ എന്റെ നാട്ടിൽ പറയുന്ന ഭാഷ ഞാൻ ബോധപൂർവ്വം ഒഴിവാക്കുക. ചിലപ്പോ അത് ഈ നാട്ടിൽ ചിലപ്പോ തെറ്റായിരിക്കും. പിന്നെ ഈ യൂനുസൊക്കെ ഇനി ബന്ധപ്പെടുമ്പോ നിങ്ങൾ എന്തിനാടോ ഒന്ന് തെറി പറഞ്ഞു പറയും. 4-ാം ദിവസം ഞങ്ങൾ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ മാണിയൂർ ഉസ്താദിന്റെ അവിടെ പരിപാടിക്ക് പോയപ്പോ അവിടെ ഓരോ വാക്കും സൂക്ഷിച്ച് പ്രയോഗിക്കണം. നമ്മൾ നാട്ടിൽ പ്രയോഗിക്കുന്ന വാചകം അവിടെ ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ പറയുന്നത് തൃശ്ശൂർ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. നിങ്ങൾ കിണ്ടി എന്ന് പറഞ്ഞാൽ തെറ്റാണോ? അന്ന് കിണ്ടിന്ന് കാസർഗോഡ് പോയ അടിയുടെ പൊടിപൂരായിരിക്കും.
അതുപോലെ ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്നിവിടെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇല്ലേ? കാസർഗോഡ് പോയിട്ട് നിങ്ങളൊക്കെ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ കൂട്ടയടി നടക്കും അവിടെ. അതുപോലെ കിണ്ടി എപ്പോഴും ബാഫയ്ക്ക് തങ്ങൾ കൈപിടിച്ച് നടക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ വ്യൂവിലൂടെ മാത്രം നമ്മൾ കാണരുത്. ഓതുണ്ടാക്കാനുള്ള കിണ്ടി എപ്പോഴും ഒരു മുസാഫ് ബാഫയ്ക്ക് തങ്ങളുടെ കയ്യിലുണ്ടാവും. അവ്വല് വക്തിന് നമസ്കരിക്കുന്ന ഒരു ചിട്ടയുള്ള ബാഫയ്ക്ക് തങ്ങള്, ദായിമുൽ വുളൂആയ ബാഫയ്ക്ക് തങ്ങള് എപ്പോഴും വുളൂആണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് ഞാനൊന്നും ആ മനുഷ്യനെ കണ്ടിട്ടില്ല, കേട്ടറിഞ്ഞത് തന്നെ പെരുത്ത് അത്ഭുതമുള്ള വർത്തമാനങ്ങളല്ലേ. ഒന്നുണ്ടാക്കാൻ വേണ്ടി കിണ്ടുമായി ചാടി എഴുന്നേറ്റപ്പോ തുറന്നു വരുന്നില്ല. ഈ ഗസ്റ്റ് ഹൗസുകളുടെ ഒക്കെ അവസ്ഥ അങ്ങനെ ആയിരിക്കുമല്ലോ. പണ്ട് ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊക്കെ ടെക്നോളജി വികസിച്ചില്ലേ. വെള്ളം വരുന്നില്ല. ബാപ്പ തങ്ങൾ ഇങ്ങനെ വിഷമനായി നിന്നു. നോക്കണേ, അപ്പോൾ രണ്ടുപേര് ചാടി എഴുന്നേറ്റ് ഓടി വന്നു. ആരാന്നറിയോ? ചാവക്കാട് ജനസംഘത്തിന്റെ രണ്ട് നേതാക്കന്മാർ, ഹൈന്ദവ സഹോദരങ്ങളായ രണ്ടാളുകൾ ചാടി എഴുന്നേറ്റ് വന്നിട്ട് ബാഫയ്ക്ക് തങ്ങളുടെ വാങ്ങുകയാണ്. പള്ളിയിൽ നമസ്കരിക്കുമ്പോ മുട്ടും വിളിയുമായി പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അതേ മുസ്ലിം സഹോദരങ്ങളതാ, മുസ്ലിം കേരളത്തിന്റെ കിരീടം വെക്കാത്ത സുൽത്താൻ ഒന്നു ചെയ്യാൻ വേണ്ടി വെള്ളമില്ലാതെ വന്നപ്പോ കിണ്ടി വാങ്ങി ഓടി. റോഡിന്റെ മറുവശത്ത് പോയിട്ട് ഒരു കിണറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്നു. ആര്? നമ്മൾ ആലോചിക്കണം. രണ്ട് മുസ്ലിങ്ങൾ ഹിന്ദു സഹോദരങ്ങൾ ആ വെള്ളവുമായി വന്നിട്ട് ബാപ്പയ്ക്ക് തങ്ങളുടെ കയ്യിൽ കൊടുക്കുമ്പോ ഒരു പുഞ്ചിരിയോടെ ബാപ്പയ്ക്ക് തങ്ങൾ കിണ്ടിക്ക് കൈ നീട്ടിയപ്പോ അവർ പറഞ്ഞു, ഇല്ല തങ്ങളും പാപ്പാ, നിങ്ങളൊന്നുണ്ടാക്കിക്കോ, ഞങ്ങൾ ഒഴിച്ചു തരാം. മാഷാ അല്ലാഹ്, നിങ്ങളൊന്നുണ്ടാക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ വെള്ളം ഒഴിച്ചു തരാം. അതെ, ആ രണ്ട് ഹിന്ദു സഹോദരങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ബാഫക്കീഴങ്ങൾ ഓരോ ചെയ്തത്. അതല്ല അത്ഭുതം. ഗസ്റ്റ് ഹൗസിന്റെ ഒരു മൂലയിലതാ ബാഫക്കിത്തങ്ങൾ മുസല്ല വിരിച്ച് നമസ്കരിക്കുകയാണ്. ആ സമയത്ത് രണ്ടു കൂട്ടരും മിണ്ടാതിരുന്നു. അവിടെ അതുവരെ തർക്കിച്ചവർ, അതുവരെ വാഗ്വാദം നടത്തിയിരുന്നവർ, മണത്തല ജുമാ മസ്ജിദിൽ നമസ്കാരം നടക്കുമ്പോ ചെണ്ടകുട്ടി ബഹളമുണ്ടാക്കിയിട്ട് നമസ്കാരത്തെ അപഹസിച്ചവർ ബാഫക്കിത്തങ്ങൾ നമസ്കരിക്കുമ്പോ മിണ്ടാതിരുന്നു. ബാഫക്കിത്തങ്ങൾ വന്ന് സീറ്റിലിരുന്നു. പിന്നെ രണ്ട് വർത്തമാനമേ പറഞ്ഞിട്ടുള്ളൂ. 1.5 പതിറ്റാണ്ടുകാലം ചാവക്കാട്ടും പരിസരങ്ങളിലും കലുഷിതമായൊരു പ്രശ്നം 2 വാക്കുകളിലൂടെ ആ മനുഷ്യൻ തീർത്തതെങ്ങനെയെന്നറിയോ? പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ ഒരാൾക്ക് ചെണ്ടമുട്ടി പോകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഒരു കൂട്ടർ നിസ്കരിക്കുമ്പോ അതിനെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു മാന്യതയിൽപ്പെട്ടതല്ലേ? അതല്ലേ നല്ലത്. ഇത്രേ പറഞ്ഞിട്ടുള്ള മുഅ്മിനീങ്ങൾ അവിടെ വാള് പറഞ്ഞിട്ടൊന്നുമില്ല. ആ സമയത്തതാ ആ രണ്ട് മുസ്ലിം സഹോദരങ്ങൾ എഴുന്നേറ്റ് കൂട്ടത്തിൽ നിന്ന് നേതാക്കന്മാർ, RSSന്റെ പ്രാദുർഭൂതമായ ജനസംഘത്തിന്റെ നേതാക്കന്മാർ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, തങ്ങളുപ്പാപ്പാ, ഞങ്ങളിനി മുട്ടും വിളിക്കില്ല, ഞങ്ങളിനി ബഹളമുണ്ടാക്കില്ല, അതവിടെ അവസാനിച്ചു. എന്തുകൊണ്ടാ? അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പവർ കൊണ്ടല്ല. നിങ്ങളാണ് ഉന്നത, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അത് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കണം. മുഅ്മിനീങ്ങളെ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കണം. പടച്ച ഞാൻ പറഞ്ഞപ്പോ കരയുന്നു. അള്ളാഹുവെ ബാഫക്ക് തങ്ങളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നാണെങ്കിലോ നമ്മുടെ ആളുകളൊക്കെ പോയി ഒരു ചർച്ച നടക്കട്ടെ, അതൊരു ക്ലാഷിലല്ലേ അവസാനിക്കുള്ളൂ, അതൊരു പ്രശ്നം വീണ്ടും ഒരു പ്രശ്നത്തിലല്ലേ അവസാനിക്കുള്ളൂ. അതാണ് നിങ്ങൾ ഉന്നതരാകണമെങ്കിൽ നിങ്ങൾ മുഅ്മിനീങ്ങളാകണം. ബദറിൽ അതല്ലേ സംഭവിച്ചത് അല്ലേ? ബദരീങ്ങൾ വിജയിച്ചത് അങ്ങനെയല്ലേ? പരിമിതമായ ഭൗതിക സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അറബിക്കടലിന്റെ അലമാലകളെ പോലെ ആർത്തലച്ചു വന്ന ഒരു സേനയെ നേരിട്ടില്ലേ ഇസ്ലാമിക സമൂഹം?
അത് ആയുധത്തിന്റെ ശക്തി കൊണ്ടല്ല. ഇന്ന് ചില ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്, ആയുധം ഉണ്ടായാൽ മതി. നടക്കില്ല. നിങ്ങളെ ആത്മീയമായ പവർ വേണം. ആദ്യം പടച്ചതമ്പുരാനിൽ വിശ്വാസമുള്ള ഒരവസ്ഥയിലേക്ക്. ആഫ്രിക്കയിലേക്ക് ദഅവത്തിന് വേണ്ടി പോയ ഹബീബ് ഇബ്നു അബ്ദുല്ലാഹ് എന്ന സഹാബിയത വഴിതെറ്റിയിട്ട് വനാന്തരത്തിൽ പെട്ടുപോയി. ആ വനാന്തരത്തിന്റെ ഏകാന്തതയില് അത് ചീറുന്ന ചെറുവിളികൾ ഓടി വന്നു. ഭ്രംഷ്ടകാട്ടി ജടകാട്ടിയിട്ട് സിംഹങ്ങൾ ഓടി വന്നപ്പോ രക്ഷപ്പെടാൻ മാർഗമില്ലാതെ നിൽക്കുന്ന ആ മഹാനായ സഹാബിവര്യൻ ഒരൊറ്റ വർത്തമാനമാണ്, നഹനു അസ്ഹാബു റസൂലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായമാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരാണ്, ഞങ്ങളിൽ നിന്ന് പൊയ്ക്കോളൂ എന്ന് അതിനോട് നേരിട്ട് പറഞ്ഞു. 1001 രാവുകളിലെ അറബിക്കഥയല്ല ബസീർ പറയുന്നത്, ചില്ലുവടക്കിലെ അമ്മ മനസ്സിലെ കഥയല്ല പറയുന്നത്, ഈ ലോകത്ത് സംഭവിച്ചതാണ്. ഇതങ്ങൾ പറഞ്ഞപ്പോ സിംഹം തന്റെ ജട കൊണ്ട് ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലുകളിൽ തഴുകി. ചീറി വന്ന ചെമ്പുലി ആ മഹാന്മാരായ സഹാബത്തിന്റെ കാലുകളിൽ തങ്ങളുടെ ശരീരം കൊണ്ട് ഉരസി നടന്നു. അവരുടെ മുകളിൽ കയറിയിട്ടാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഹഖായ ദീനിനെ പഠിപ്പിക്കാൻ വേണ്ടിയ മഹാന്മാർ യാത്ര പോയത് എന്ന് പറയുമ്പോൾ അന്തമില്ലല്ലോ, നിങ്ങളാണ് ഉന്നതർ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളാക്കുമാറാകട്ടെ. അവിടെയാണ് പ്രശ്നം. മുഅ്മിനീങ്ങൾ ഈ കാലഘട്ടം നേരിടുന്ന പ്രശ്നം അത് തന്നെയാണ്. അതന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ നാട്ടുകാരനല്ലേ, വാഴക്കാടല്ലേ, വാഴക്കാട് അടുത്തല്ലേ അല്ലേ? ഞാൻ വാഴക്കാട് വന്നിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ മതക്ക് പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ RSSകാരല്ലേ അഭിവന്ദനായ ഉസ്താദ് അവർക്ക് വണ്ടിക്ക് സ്ഥലം അനുവദിച്ചു കൊടുത്തത് ശരി തന്നെയല്ലേ? ഞാൻ ഒരുപാട് പേര് പ്രസംഗിച്ച ശരി തന്നെയല്ലേ? റോഡ് വെട്ടി കൊടുത്തത് അല്ലേ? എന്തുകൊണ്ട് കണ്ണി ഉസ്താദിനെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ? നമുക്ക് പേടി തോന്നും. അതൊരു ആത്മീയമായ ആദരവിന്റെ പേടിയാ. ഒരു പൊതുമനുഷ്യന് പേടി തോന്നോ കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടാ? ഇല്ലല്ലോ. ഒരു പാവം മനുഷ്യനായിട്ടല്ലേ തോന്നൂ. എന്നിട്ടും അവര് പറഞ്ഞത് ഞങ്ങൾ വഴിവെട്ടിത്തരാ, 30 ലക്ഷം ജനവിഭാഗത്തിന് അമര നേതൃത്വം നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത മഹാപ്രസ്ഥാനത്തിന്റെ സാത്വിക പ്രതിഭാശാലി ആ മനുഷ്യന് വഴിവെട്ടിക്കൊടുത്തത് അമുസ്ലിങ്ങളാ. എന്തുകൊണ്ട്? നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ എന്നെ ഉന്നതർ. അത് നോട്ടീസ് ഒട്ടിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഉന്നതരാണെന്ന് സെമിനാറിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ പൊതുസമൂഹം അതങ്ങ് ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അതാണ് അതിന്റെ വസ്തുത. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയാ സംഭവിച്ചിട്ടുള്ളത്. എങ്ങനെയാ നമുക്ക് മുഅ്മിനീങ്ങളാകാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, നമ്മൾ പാരമ്പര്യ മുസ്ലിങ്ങളാ. എന്റെ ഉപ്പ ഹൈദർ മുസ്ലിമായതുകൊണ്ട് ഞാൻ മുസ്ലിമായി പിറന്നു, എന്റെ ഉമ്മ നഫീസ മുസ്ലിമായതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്നല്ലാതെ ഈമാനിന്റെ മധുരം എനിക്കറിയില്ലല്ലോ. അതറിയണമെങ്കിൽ നമ്മൾ ഈ പാരമ്പര്യ മുസ്ലിങ്ങളായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ആകാൻ പറ്റാത്തത് എനിക്ക് തോന്നുന്നത്. ഇവൻ ബ്രിഗ്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ സന്ദർശനം നടത്തിയ മുഅ്മിനീങ്ങളെ, നമ്മളെപ്പോഴും ഈ ഖബറും മഹ്ശറന്നെ വേള് പറഞ്ഞ് ജനങ്ങളെ കരയിപ്പിച്ചിട്ട് സ്വർണം സംഭാവന വാങ്ങിയാൽ മാത്രം പോരാ. ഇത് വേള് പറയണേക്കാളെ കൂടുതൽ കേൾക്കുന്നവർക്കറിയാം. 10-30 കൊല്ലായി മരണവും അനന്തരജീവിതം ഇവിടെ ഉണ്ട്. പഠിച്ചവനെ നോട്ടീസ് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഉണ്ടെങ്കിൽ എന്നോട് സോറി. ഏത് സംഘാടകരും വെക്കുന്ന ഒരു വിഷയ ആദ്യം നൽകുന്ന ഓപ്ഷനാണ് മരണവും അനന്തരജീവിതവും. ജീവിക്കട്ടെ മുഅ്മിനീങ്ങളെ ആദ്യം മുസ്ലിങ്ങളിവിടെ, എന്നിട്ടല്ലേ മരിക്കണം. മരണം എത്ര കാലമായി പറയാൻ തുടങ്ങിയത്? 2 മണിക്കൂർ 50,000 വാട്സിൽ തരിപ്പിച്ചിട്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സംഘാടകർക്ക് കാര്യമായില്ല. ആത്മീയമായ ഒരു ബേസിലേക്ക് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശം, നമ്മുടെ മഹാരഥന്മാരായ ആരിഫീങ്ങൾ കാണിച്ചു തന്ന മഹത്തായ ഒരു ആദർശം, അള്ളാഹുവിന്റെ പ്രകാശ വഴിയിലേക്കുള്ള ത്വരീഖയുടെ സഞ്ചാരം. അതിലൂടെയല്ലാതെ ഒരു കാലഘട്ടത്തിലും ഈ സമൂഹം ഇനി
നന്നാവുമെന്ന് തോന്നുന്നില്ല. അള്ളാഹു നമുക്ക് പ്രകാശം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ പറഞ്ഞ ഞാൻ എന്താ പറഞ്ഞ അവസാനം പറഞ്ഞ എന്താ? മുഅ്മിനീങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് പറയൂ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നാന്ന് പറയും മാണികല്ലുകള് ഇല്ലാന്നാണ്. ആണെങ്കിൽ നിങ്ങളെന്നാ ഇങ്ങനെ കൈ എങ്ങനെ പിടിച്ചാണ് ഇങ്ങനെ പിടിക്കല്ലേ. ഞാൻ ഇടവണ്ണ പറയും മുമ്പ് പ്രസംഗിക്കാൻ വന്നപ്പോൾ ആരും വന്ന് കേട്ടില്ല, വേറെ പിടിക്കാത്ത ഇങ്ങനെ പിടിക്കുവോ? ഞാൻ നിങ്ങളുടെ ഒരു ഗസ്റ്റ് അല്ലേ, അത് പറഞ്ഞനുസരിച്ചുകൂടെ? നിങ്ങളെ അത്ര അറിവൊന്നും എനിക്കില്ല. എന്നെക്കാൾ അറിവുള്ളവരൊക്കെ സദസ്സിലുണ്ട്. എൻ്റെ ഉപ്പാന്റെ വല്യപ്പാന്റെ ഒക്കെ പ്രായമുള്ള ആൾക്കാരാണ്. പിന്നെ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നത് മാത്രമല്ല. അങ്ങനെ പിടിച്ചോ, ഉറക്കെ രാമ്യം പറഞ്ഞാണ് എല്ലാവരും ആണുങ്ങൾ. നിങ്ങൾക്ക് എത്ര വോളിയം പറയാൻ പറ്റും അത്ര വോളിയത്തിൽ ആമ്യം പറഞ്ഞാണ്. അല്ല ദ്വാരക്കട്ടെ നിങ്ങൾ ഇതിന്റെ ആമ്യം പറയുന്നു. അല്ലാഹുവേ നിങ്ങളുടെ മരിച്ചുപോയവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. അതാണ് കണ്ടില്ലേ, ഭയങ്കര ശ്രദ്ധയെന്ന് മനസ്സിലായില്ലേ? മരിച്ചുപോയവർക്ക് എന്തൊട്ട് ദീർഘായുസ്. മരിച്ചവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ വയല് പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കാതിന്റെ രസമാണ് അല്ലേ, അതൊരിക്കലും ആത്മാവിന്റെ ആനന്ദമാകുന്നില്ല. ഈ പറയുന്ന ആൾക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ ശ്രദ്ധിക്കാതെ എങ്ങനെ ഇരിക്കുക. അത് ഈ രസമുണ്ടല്ലോ, അത് 2 മണിക്കൂർ കഴിഞ്ഞാൽ തീരും. 2 മണിക്കൂർ കഴിഞ്ഞാൽ തീരും. അതാണ് 40 കൊല്ലം മുമ്പ് നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ 20-30 ദിവസം തുടർച്ചയായി പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടാവൂല ആദർശേരി ഉസ്താദൊക്കെ അല്ലേ, വന്നിട്ടില്ലേ? അതൊക്കെ ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ് ഇപ്പോൾ ഈ സന്ധ്യ, ഈ ജീവിതത്തിന്റെ സായം സന്ധ്യയിലിരിക്കുന്ന ഒരു 60-ന് മുകളിലുള്ളവരൊക്കെ. അവരിലെ ക്വാളിറ്റി ഇപ്പോൾ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു ന്യൂ ജനറേഷന് ഈ ഇരിക്കുന്ന ഒരുപക്ഷെ ലോകവിവരമൊന്നുമില്ലാത്ത ഈ ആൾക്കാരുടെ തക്കുണ്ടോ? ഉണ്ടോ മുഅ്മിനീങ്ങളെ? എന്നാൽ നിങ്ങളെയൊക്കെ കൂടുതൽ ഇൽമു പഠിക്കാനുള്ള സംവിധാനമുണ്ട്. അന്ന് കളിമണ്ണിൽ എഴുതിയിട്ട്, ചെകിളിമണ്ണ് എഴുതിയിട്ട് അലിഫിന് മേലെ ഒരു വരയിട്ടാൽ ആ താക്ക് താഴെ പുള്ളിയിട്ടാ, പിന്നെ താക്ക് മേലെ 2 പുള്ളി, മേലെ പുള്ളി 3, ഇങ്ങനെ പറഞ്ഞു പഠിച്ചു. ആ ഒരു തക്കുവ ഇപ്പോഴുണ്ടോ? ഇന്ന് എല്ലാ ടെക്നോളജി ഉണ്ട്. CD ഇട്ട അപ്പൊ പ്രസംഗം കേൾക്കാൻ പറ്റും. ക്ലിപ്പിംഗ് ഇട്ടിട്ട് പ്രസംഗിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ആരെങ്കിലും ഒരു തിന്മയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല. ഓരോ കാലഘട്ടത്തിലും ദൈവത്തിന്റെ മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പാരമ്പര്യ മുസ്ലിങ്ങളായതുകൊണ്ട് എന്തുകൊണ്ട് ഉന്നതരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മതത്തിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ പിന്നെ ആർ ഉൾക്കൊള്ളാൻ? ഈ വോണ്ടഡ്ലി എന്ന് പറയുന്ന പെൺകുട്ടി അഫ്ഗാനിസ്ഥാനിലേക്ക് ചാരപ്രവർത്തനത്തിന് വേണ്ടി വന്നവളാ. ഇത് ഈ ലോകത്തല്ലേ നടന്നത്? മലയാളത്തിന്റെ പത്രമുത്തശ്ശി 1.5 മാസക്കാലം ഈ സമുദായത്തെ കശക്കി എറിഞ്ഞൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവരൊരു പർദ്ദ ധരിച്ചിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നു. ആ യുദ്ധാനന്തര താലിബാൻ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ അവര് യൂറോപ്പിലെ ഒരു പ്രസിദ്ധമായ പത്രത്തിന്റെ സബ് എഡിറ്റർ ആയിരുന്നു. ഞാൻ പത്രം മറന്നുപോയി. അവരൊരു ചാരപ്രവർത്തനത്തിന് വേണ്ടി പർദ്ദയൊക്കെ ധരിച്ചു വന്നു. അഫ്ഗാനിസ്ഥാനിൽ വെച്ച് അവർ പിടിക്കപ്പെട്ടു. താലിബാനികൾ അവരെ പിടിച്ചു. 2.5 മാസക്കാലം അവർ അവിടെ കഴിയേണ്ടി വന്നത് മലയാളത്തിൽ നമ്മളിവിടെ വായിച്ചില്ലേ? ടിവിയിൽ നിരന്തരം വാർത്ത വന്നില്ലേ? അമേരിക്ക ഇളകി. കാരണം അവർക്ക് എന്തെങ്കിലും പറ്റി അവർക്ക് വേഗം ഇളകും. ഇന്ത്യയിൽ ആർക്കെങ്കിലും ഒന്നും പറ്റിയവർക്ക് പ്രശ്നമില്ല. നമ്മുടെ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമിനെ എയർപോർട്ടിൽ വെച്ച് അവർ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതവർക്ക് കുഴപ്പമില്ല. ഒബാമ വരട്ടെ, ഇവിടെ ഷൂ നനഞ്ഞാ പ്രശ്നമായിരിക്കും അല്ലേ? പോട്ടെ. അപ്പോൾ ഈ പെൺകുട്ടിയെ അവർ പിടിച്ചു വെച്ചു. അതല്ല അത്ഭുതം മോമിനെ, പിടിച്ചു വെച്ചപ്പോ ലോകത്തെ സകലമാന സാമ്രാജ്യത്തെ കുത്തക കമ്പനികളുടെ മാധ്യമങ്ങൾ അവരൊക്കെ ഇസ്ലാമിക് ടെററിസം എന്നതിനെ കുറിച്ച് വിശദീകരിച്ചെഴുതിയപ്പോ 2.5 മാസം കാലം കഴിഞ്ഞ് പെൺകുട്ടി മോചിപ്പിക്കപ്പെട്ടു. അതെ, ഇവരൊരു പ്രസ് മീറ്റ് നടത്തുകയാണ്, ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. ലോകത്തെ സകലമാന പത്രപ്രവർത്തകന്മാരുടെ പ്രതിനിധികളും ഒരുമിച്ചുകൂടി